ഹലോ, എല്ലാവർക്കും നമസ്കാരം. കള്ള് ഷാപ്പിൽ വെക്കുന്നത് പോലെ നല്ല എരി കൂട്ടിയിട്ട് നമ്മൾക്കൊന്ന് പോത്തിറച്ചി കൊണ്ട് വെക്കാം. അതിന് 1.5 കിലോ പോത്തിറച്ചി നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. ആ പോത്തിറച്ചി എന്ന് പറയുന്നത് കയ്യിൻ്റെ ഭാഗത്ത് വരുന്ന ആ ഉള്ളിലുള്ളൊരു ഇറച്ചിയാട്ടോ. നല്ല ടേസ്റ്റ് ആയിരിക്കും ആ ഒരു ഇറച്ചി. അപ്പോൾ അതെന്തായാലും നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല പോലെ വൃത്തിയാക്കി കഴുകി എടുത്തു കുക്കറിൽ വെച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്താം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. അതിനുശേഷം കല്ലുപ്പാണ് നമ്മളിവിടെ ചേർത്താൻ പോണത്. 1 ടീസ്പൂൺ കല്ലുപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. നല്ല പോലെ അങ്ങോട്ട് മിക്സ് ചെയ്ത് നമുക്ക് കുക്കറിൽ അങ്ങോട്ട് വയ്ക്കാം. ഈ സമയം നമ്മളിതിൽ വെള്ളം നമ്മൾ ഒഴിച്ചിട്ടില്ല കേട്ടോ. ആവശ്യത്തിനുള്ള വെള്ളം എന്തായാലും ഈ ബീഫിൽ ഉണ്ടാവും. അപ്പോൾ നമ്മൾക്കിവിടെ ഒരു 5 വിസിൽ എടുത്താൽ മതി കേട്ടോ. ഒരു 5 വിസിൽ എടുത്തപ്പോൾ തന്നെ ബീഫ് ആയിട്ടുണ്ട്. ചെറിയ ഉള്ളി 2ആയി കട്ട് ചെയ്തത്, വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതാണ്, തക്കാളി 1 കട്ട് ചെയ്തത്, പച്ചമുളക് 2 നടുവേ കയറിയത് കേട്ടോ. പിന്നെ ഇതിനാവശ്യത്തിനായിട്ടുള്ള കറുവേപ്പിലയും മല്ലിത്തലയും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കറിപ്പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിനുശേഷം വെളിച്ചെണ്ണയാണ് നമ്മളിവിടെ ചേർത്താൻ പോണത്. വെളിച്ചെണ്ണ ആവശ്യത്തിന് വെളിച്ചെണ്ണ നമ്മളിതിൽ ഒഴിച്ചു. ആ വെളിച്ചെണ്ണ ചൂടായ ശേഷം റെഡിയാക്കി വെച്ച ആ ചെറിയുള്ളി നമുക്കിതിലെല്ലാം ചേർത്താം. ആ ചെറിയുള്ളി ചേർത്തിയ ശേഷം നല്ലപോലെ ഇളക്കി ഇതേപോലെ നല്ല റോസ് കളറിൽ വരുന്നത് വരെ ഒന്ന് ഇളക്കണം. ഏകദേശം ഒരു 10 മിനിറ്റോളം നമുക്കിതിനൊരു പണിയുണ്ട്. അതിനുശേഷം ചതച്ച് വെച്ച ആ വെളുത്തുള്ളി നമുക്കിതിൽ ചേർത്താം. ഇഞ്ചി ചതച്ച് വെച്ചത് ഇതിൽ ചേർത്താം കേട്ടോ. അതും ചേർത്തിയ ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി എടുക്കാം. ഒന്ന് നല്ലപോലെ ഒന്ന് മൂത്ത് വരണം. അതേപോലെ തന്നെ നമ്മൾ അരിഞ്ഞ് വെച്ച പച്ചമുളകും നമുക്കിതിൽ ചേർത്താം. തക്കാളി, കറുവേപ്പില, മല്ലിത്തല ഇത് നമുക്ക് ചേർത്താം. അതിനുശേഷം നല്ലപോലെ ഒന്ന് ഇളക്കാം കേട്ടോ. അത് കഴിഞ്ഞ ശേഷം നമ്മളിവിടെ എരിയുള്ള നല്ല മുളക് പൊടി എടുക്കുക. നല്ല ഈസ്റ്റിൻ്റെ മുളക് പൊടി വാങ്ങിച്ചിട്ടുണ്ട്. അത് 2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്താം. ഗരം മസാല 1 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. കുരുമുളക് പൊടി 1 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. കാശ്മീർ ചില്ലി പൗഡർ 1 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇത്തിരി റെഡ് കളർ വരാനായിട്ടാണ് നമ്മൾ ഈ ഒരു പൗഡർ ചേർത്തിരിക്കുന്നത്. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കാം കേട്ടോ. ഈ സമയം നമ്മൾ അടുപ്പ് ഒരു സ്ലോവിൽ കത്തിക്കാൻ പറ്റുള്ളൂ. ഫ്ലെയിം വളരെ കമ്മിയാക്കി ഇടണം, അല്ലെങ്കിൽ അടിപ്പിടിക്കും. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കാം. ഒരു പച്ച സ്മെല്ല് വരുന്നുണ്ട്, അത് പോകുന്നത് വരെ ഒന്ന് ഇളക്കാം. ഇത് ബീഫ് വേവിച്ച വെള്ളം കേട്ടോ. നമ്മളത് കളഞ്ഞിട്ടില്ല, അത് മാറ്റി വെച്ചിട്ടുണ്ട്. മസാല നല്ലപോലെ ആയിട്ടുണ്ട്. നമ്മൾ വേവിച്ച് വെച്ച ബീഫ് ഇതിൽ ചേർത്താം. ചേർത്തിയ ശേഷം നല്ലപോലെ ഇളക്കി പാകപ്പെടുത്തി എടുക്കണം. ഏകദേശം ഒരു 15 മിനിറ്റോളം നമ്മളത് ഇളക്കി റെഡിയാക്കി എടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ സമയം മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് നമ്മൾ അടുപ്പ് കത്തിച്ചിരിക്കുന്നത്. അപ്പോൾ ഏകദേശം ബീഫ് നല്ലപോലെ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമ്മളവിടെ മാറ്റി വെച്ച ആ ബീഫിൻ്റെ വെള്ളം നമ്മൾക്കിതിൽ ചേർത്താം. ചേർത്തിയ ശേഷം ഇത്തിരി ഉപ്പ് കമ്മിയുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ഉപ്പും കൂടി നമ്മളിതിൽ ചേർത്തിട്ടുണ്ട്. അതിനുശേഷം ഒന്നും കൂടെ ഫ്ലെയിം ഇത്തിരി ഒന്ന് കൂട്ടി വെച്ച് നമ്മൾക്കിതൊന്ന് അടുപ്പൊന്ന് കത്തിക്കാം. അത്യാവശ്യം എരി കൂട്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ബീഫ് ഫ്രൈ വെച്ചിരിക്കുന്നത്. നമ്മുടെ ഇഷ്ടപ്രകാരം തന്നെയാണ് ഈ ഒരു ബീഫ് ഫ്രൈ വെച്ചിരിക്കുന്നത് കേട്ടോ. എന്തായാലും നമ്മുടെ സ്വാദിഷ്ടമായ ആ ബീഫ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ വ്യത്യസ്ത വീഡിയോകളുമായി ഇനി നമ്മൾക്ക് കാണാം. എൻ്റെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, ഷെയറും കൂടി ഒന്ന് ചെയ്യുക. നല്ല ബീഫ് ഫ്രൈയും നല്ല ചൂടുള്ള പൊറോട്ടയും വെള്ളരി ചോറും കൂട്ടി നമ്മൾക്കൊരു പിടി പിടിക്കാം എന്തായാലും. താങ്ക് യു ഫോർ വാച്ചിങ്.